രാഹുൽ, നടിയെ ആക്രമിച്ച കേസിൽ വിധി വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. വിധി എന്ത് തന്നെയായാലും നടിക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. എന്താണ് പറയാനുള്ളത്? ഈ കേസിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് 2017 തുടങ്ങുന്ന ഒരു കേസാണ്. ഇത്രയും നീണ്ടുപോകുന്ന ഒരു കേസ്, അത് മാത്രമല്ല സിനിമാ മേഖലയെ ആകെ കുലുക്കിയൊരു കേസായിരുന്നു. ഈ ദിലീപ് കേസിന് മുമ്പും സിനിമ എങ്ങനെയായിരുന്നു, അതിനുശേഷം എങ്ങനെയായിരുന്നു സിനിമ എന്നത് നമ്മൾ ഒരുപാട് ആളുകൾ ചർച്ച ചെയ്തതാണ്. കാരണം ഹേമ കമ്മിറ്റി തൊട്ട് ഇങ്ങോട്ട് സിനിമാ മേഖലയെ അഴിച്ചു പണിക്കുന്ന തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ അതുവഴി വന്നതായിരുന്നു. പിന്നീട് ആ നടിയെ ചേർത്ത് നിർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഇവർ മൊഴിമാറ്റങ്ങൾ, ഇതാണ് ഈ കേസിൽ ഏറ്റവും കൂടുതലും ട്വിസ്റ്റായിട്ടും അല്ലെങ്കിൽ പണം കൊടുത്തൊരു കേസിനെ സ്വാധീനിക്കാൻ കഴിയുമെന്നും ജനങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയത് ആ സമയം തൊട്ടാണ്. കാരണം 25ഓളം ആളുകളാണ് മൊഴിമാറ്റി പറയുന്നത്. ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മൊഴി കൊടുത്തതിന് ശേഷം 25 പേർ വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത്, ഞങ്ങൾ തിരിച്ചാണ്. അത് തന്നെ കൂറുമാറ്റമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു അതിജീവതയെ അവര് ആദ്യം ചെന്ന് കെട്ടിപ്പിടിക്കുന്നു, നിന്നോടൊപ്പം ഞാൻ ഉണ്ടാകും എന്നുള്ള എല്ലാ പിന്തുണയും കൊടുക്കുന്നു. അതിനുശേഷം പണത്തിന്റെയോ മറ്റെന്തെങ്കിലിന്റെയോ പേരിൽ, അല്ലെങ്കിൽ ഇവരെല്ലാം പറയുന്നത് അന്ന് ഞങ്ങൾക്ക് തെറ്റിദ്ധാരണയായിരുന്നു എന്ന്. അന്ന് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകാതെ തെറ്റിദ്ധാരണ ഉണ്ടാകില്ലല്ലോ. അപ്പൊ ആ കാര്യത്തെക്കുറിച്ച് പഠിക്കാനോ ആ കാര്യത്തെക്കുറിച്ച് പോലീസിനോട് പറയാനോ ഇവരാരും തയ്യാറാവില്ല. അത് മാത്രമല്ല, ഇന്ന് കേസിന്റെ വിധി വരുമ്പോൾ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ 2 ഭാഗങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ഒന്ന്, ദിലീപ് ഒരിക്കലും ജയിലിൽ പോകില്ല, ദിലീപ് പവിത്രനാണ്, അത്തരത്തിൽ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പുറത്ത് ദിലീപ് വളരെ ക്രൂരനാണ്, ദിലീപ് ജയിലിൽ പോയേ മതിയാകൂ എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പൊ അത് മാത്രമല്ല, ദിലീപ് ആർക്ക് വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ആളുകളുണ്ട്. ദിലീപിന് വേണ്ടി തന്നെയാണ് ഇത് ചെയ്തത് എന്ന് പറയുന്ന ആളുകളുണ്ട്. ദിലീപ് കാവ്യമാധവന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതിന്റെ ഡിഫറെന്റ് ഡയമെൻഷനിലാണ് ആളുകൾ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ നടിയെ ആക്രമിച്ച കേസിലാണെങ്കിൽ പോലും രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായി എന്ന് പലരും പറയാറുണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയ ഇടപെടലുകൾ എവിടെയാണ് ഉണ്ടാകുന്നത് എന്നൊരു ചോദ്യം ഇപ്പോൾ മൊഴിമാറ്റത്തിൽ വേണമെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ഇടപെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ രാഷ്ട്രീയപരമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ മാറുന്നതാണോ സിനിമാ മേഖലയിലെ നടന്മാരുടെ നിലപാടുകൾ എന്നൊരു ചോദ്യം നോക്കുമ്പോൾ? അതെ, കാരണം രാഷ്ട്രീയമായോ അല്ല സാമ്പത്തികപരമായോ അല്ലെങ്കിൽ അവരുടെ ജോലിയെ ബാധിക്കുന്ന രീതിയിലോ സ്വാധീനം ചെലുത്തിയാൽ മാറുന്നവരാണ് ഒട്ടുമിക്ക എല്ലാ നടന്മാരും നടിമാരും എന്ന് തെളിയിച്ച ഒരു കേസായിരുന്നു ഇത്. ഈ പറയുന്ന പ്രമുഖ നടന്മാർ പോലും ഇതിന് സപ്പോർട്ട് ചെയ്തിരുന്നില്ല. ദിലീപിനെ സപ്പോർട്ട് ചെയ്തിരുന്നു, അയാൾക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തിരുന്നു, അയാളെ രക്ഷപ്പെടാൻ അനുവദിച്ചു എന്ന് പറയുന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ദിലീപ് കുറ്റക്കാരനാകുമോ അല്ലയോ എന്നുള്ളതിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. കാരണം 8ാം പ്രതിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ തെളിയിക്കേണ്ടത് കോൺസ്പിറസിയാണ്. ഗൂഢാലോചന തെളിയിക്കുന്നതിൽ എന്താണ് നമ്മൾ തമ്മിൽ ഒരു ഗൂഢാലോചന നടത്തുന്നത്, അതിന് എന്ത് തെളിവാണ് ഉണ്ടാകാൻ? വളരെ വലിയ വിഷയമാണ് ഗൂഢാലോചന തെളിയിക്കുക എന്ന് പറയുന്നത്. ഇപ്പം ഈ ഗൂഢാലോചനയുടെ കണ്ണികളുണ്ട്. ഈ കണ്ണികളെ ഓരോരുത്തരെയും ചോദ്യം ചെയ്ത് ഇവരും മറ്റേയാളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കണ്ടെത്തി, ഈ ബന്ധത്തിൽ ഇവരെന്തെങ്കിലും ട്രാൻസാക്ഷൻ നടത്തിയോ എന്ന് കണ്ടെത്തി. ഇപ്പം ദിലീപിന്റെ കേസിലാണെങ്കിൽ ദിലീപ് പൾസർ സുനിക്ക് പൈസ കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ പൾസർ സുനിക്ക് ഫണ്ട് ചെയ്യുന്നത് ആരാണ്, ദിലീപിന്റെ പൈസകൾ എവിടെന്നെങ്കിലും മാറി മറിഞ്ഞു പോയിട്ടുണ്ടോ, ഇതൊക്കെ അന്വേഷിച്ച് ആർക്കൊക്കെയാണ് കൊടുത്തത്. തെളിവുകളെല്ലാം കോർത്തിണക്കി വേണം ഈ പറഞ്ഞ ഗൂഢാലോചനയ്ക്കൊരു ബേസ് ഉണ്ടാക്കാൻ. ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടൽ. ഇതിനകത്ത് ഉമാ തോമസിന്റെ ഭർത്താവ്, അദ്ദേഹം മരണപ്പെട്ടു. പക്ഷെ ഇന്നും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഇന്നും വൈറലാണ്. PT തോമസിന്റെ പ്രസംഗം അദ്ദേഹം അന്നും ചേർത്ത് നിർത്തിയത് അതിജീവിതയായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞു ചെയ്യരുത്, അല്ലെങ്കിൽ അതിജീവിതയ്ക്കൊപ്പമല്ല, ദിലീപിനെ സഹായിക്കാനും കൂടെ നിൽക്കണമെന്ന് ഒരുപാട് ആളുകൾ മേളിൽ നിന്നും അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ അവസാന വാക്ക് എന്ന് പറയുന്നത് അതിജീവിതയ്ക്കൊപ്പമായിരുന്നു എന്ന് തന്നെയാണ്. കാരണം അദ്ദേഹമാണ് അവരുടെ കഥകൾ കേട്ടതും അവർക്ക് വേണ്ടുന്ന പിന്തുണ കൊടുത്തത്. ഒരുപക്ഷെ PT തോമസ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ കേസ് ഈ നിലയിലേക്ക് എത്തിയത്. അല്ലെങ്കിൽ ആരെങ്കിലും സെറ്റിൽ ചെയ്ത് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ. ഇപ്പൊ സിനിമാ മേഖല അത്രത്തോളം കളങ്കപ്പെട്ടിരിക്കുകയല്ലേ. കളങ്കപ്പെടുക മാത്രമല്ല, സിനിമയെ തന്നെ വിലയ്ക്ക് വാങ്ങിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഈ മേഖലയെ മുഴുവൻ വിലയ്ക്ക് വാങ്ങിക്കാൻ കഴിയുന്ന അധികാരത്തിന്റെ ഹുങ്കും പണത്തിന്റെ ഹുങ്കുമുള്ള ഒരു കൂട്ടം ആളുകൾ, ഒരു കൂട്ടം കോക്കസുകളാണ് സിനിമ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമയിലേക്ക് എത്തിച്ചേരുന്ന ആളുകളെ പോലും നീ ഇന്ന് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പിന്നീട് സിനിമയിൽ കാണില്ല. അതെ, ഈ ഒരു ഹുങ്ക്
ഇത് കൊണ്ട് നടന്നിട്ടൊരു കോക്കസ് ഗ്രൂപ്പാണ് സിനിമ ഇപ്പോഴും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അതിജീവിതയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറെ നടിമാരെന്ന് തന്നെ പറയണം. ഇവർക്കൊന്നും പിന്നെ സിനിമകളില്ല. ഒരു ചാൻസ് കിട്ടുകയോ അല്ലെങ്കിൽ മുഖ്യധാരയിലേക്ക് വരാൻ അവർക്ക് അവസരം ലഭിക്കുകയോ ചെയ്യുന്നില്ല. അത്രയ്ക്ക് ഒരു പവറാണ്. നിങ്ങൾ ഇനി സിനിമയിൽ വേണ്ട എന്ന് പറഞ്ഞാൽ അവരില്ല. ആ ഒരു പവർ എടുക്കാൻ ഈ കോക്കസ് ഗ്രൂപ്പുകൾ സമ്മർദ്ദം ചെലുത്തി എന്നുള്ളതാണ്. ഇപ്പോൾ ഒരുമിച്ച് അഭിനയിക്കുന്ന, ഇപ്പോ ഞാനും രാഹുലും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. ഒരിക്കലെങ്കിലും കണ്ട എനിക്കെതിരെ ഒരു എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉറപ്പായും ശബ്ദമുയർത്തില്ലേ? അത് സിനിമ പോലൊരു വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു മേഖലയിൽ അത് സംഭവിച്ചില്ല എന്ന് പറയുന്നത് വളരെ ദുർഭാഗ്യകരമായ കാര്യം. അത് മാത്രമല്ല, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു കൂട്ടം ആളുകൾ ഒരു സ്ത്രീ സംഘടന ഉണ്ടാക്കുന്നു. അതിനൊരു വില പോലും കൊടുക്കാത്ത രീതിയിൽ പിന്നീട് അവരെ ആ സംഘടനയിലേക്ക് പോകുന്ന ആർക്കും സിനിമ കിട്ടാത്തൊരവസ്ഥ. അത് മാത്രമല്ല, അമ്മ സംഘടന ഇത്രയും കാലത്തിനിടയ്ക്ക് ഇത്രയും മോശമായിട്ട് അധംപതിച്ചു പോകുന്ന രീതിയിലേക്ക് അവസാനം തെരഞ്ഞെടുപ്പ് നടക്കുന്നു. സിദ്ദീഖിനെ വരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് അമ്മ സംഘടനയിലെ തലപ്പത്ത് നിൽക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്തതിനു ശേഷം അത് ഭരിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ. അമ്മയെ ചൂണ്ടിക്കാട്ടി നിങ്ങൾ തെറ്റുകാരാണ്, അമ്മ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക്, അതായത് സിനിമ എന്ന് പറയുമ്പോൾ സിനിമയുടെ അമ്മയായിട്ടാണ് ഇവർ അമ്മ സംഘടനയെ കാണുന്നത്. ആ സംഘടന പോലും തെറ്റു ചെയ്തു ഉള്ള രീതിയിലേക്ക് ആരോപണങ്ങൾ വരുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അവസാനം മോഹൻലാൽ വരെ തന്റെ സ്ഥാനം രാജിവെച്ച് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. അതൊരു സിനിമാ മേഖലയെ സംബന്ധിച്ച് സിനിമയിലെ ഏറ്റവും വലിയ ആളുകൾ, തലപ്പത്തിരിക്കുന്ന ആളുകൾ ആരോപണ വിധേയരായിട്ട് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വളരെ മോശമാണ്. അത് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, ആ സിനിമയിലുള്ള പല ആളുകളെയും ഇവർ ഒറ്റപ്പെടുത്താൻ നോക്കി ഇവര് തട്ടിക്കളിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ദിലീപ് എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ഇവർ വാദിച്ചു എന്ന് പറയുമ്പോഴാണ് ഈ ഒരു വിഷയം. കാരണം സിനിമയിലുള്ള 25 പേരുള്ള ആളുകൾ മൊഴിമാറ്റി പറയുകയാണ്. എന്തിന്റെ പേരിലാണ്? ചിലപ്പോൾ പണത്തിന്റെ പേരിലാകാം, ചിലപ്പോൾ നിലപാട് മാറ്റത്തിന്റെ പേരിലാകാം, ചിലപ്പോൾ കൂടെ ആരും നിൽക്കില്ല എന്ന തോന്നൽ കൊണ്ടുപോകും. ഇപ്പൊ AMMA സംഘടനയ്ക്ക് പിന്നീട് ഒരു പുതിയൊരു വനിതാ നേതാവ് വരുന്നു, തലപ്പത്തേക്ക് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു ഘട്ടത്തിൽ ഇനി രക്ഷപ്പെട്ടു, AMMA ഇനി നല്ല നിലയിൽ നിൽക്കും, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാൾ അവിടെ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ തോന്നി. പക്ഷെ പിന്നീട് അവർ പോലും പറഞ്ഞത് അതിജീവിതയെ ഞങ്ങളല്ലല്ലോ പറഞ്ഞു വിട്ടത്, അവർക്കിപ്പോ വേണമെങ്കിലും തിരിച്ചു വരാമെന്നാണ്. അത്രയും പോലും ആർജവം കാണിക്കാതെ ഈ പറഞ്ഞ കോക്കസ് ഗ്രൂപ്പിന്റെ കയ്യിലെ പപ്പറ്റായിട്ടാണ് ഇപ്പോഴും ആ സ്ഥാനം. ആ തെരഞ്ഞെടുപ്പിൽ തന്നെ ശ്വേതാ മേനോൻ മത്സരിക്കുന്ന സമയത്ത് ശ്വേതാ മേനോനെതിരെ എന്തെല്ലാം ആക്ഷേപങ്ങളാണ് ഉന്നയിച്ചത്. അവിടെ നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങളാണെങ്കിലും ശ്വേതാ മേനോന്റെ ഒരു പോൺ വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, അതായത് അവര് മറ്റേ രതി നിർവേദത്തിൽ അഭിനയിച്ചതിന്റെ ഒരു ക്ലിപ്പ് ഏതോ പോൺ വീഡിയോയിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു നിർമ്മാതാവ് അത് കൊടുത്ത് ഇതിൽ അഭിനയിച്ചിട്ടുള്ള ഒരാൾക്ക് മത്സരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ അധിക്ഷേപിക്കുന്ന രീതിയിലേക്കും മത്സരത്തിൽ നിന്നും മാറ്റാൻ തന്നെ ശ്രമിക്കുന്ന രീതിയിലേക്കും പോയി. പക്ഷേ നിർഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ജയിക്കാൻ സാധിച്ചില്ല. അത് മാത്രമല്ല, അപ്പോൾ അങ്ങനെ ഒരാള് സിനിമയെ നന്നാക്കണം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇത് റെഡിയാക്കി എടുക്കണം എന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ പോലും അവരെ റെഡിയാക്കുന്ന രീതിയിലേക്കാണ് സിനിമാ മേഖല ഇപ്പോഴും പൊക്കോണ്ടിരിക്കുന്നത്.